ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വയനാട് ഹർത്താലിന് പോയി തല വെച്ച് കൊടുത്തൊരു കഥയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ വയനാട്ടിലേക്ക് എത്തിയിട്ട് ലക്കിടി വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് ആ ഒരു ബോർഡർ കടക്കുന്ന സമയത്ത് തന്നെ കിട്ടിയ 8ൻ്റെ പണിയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ വന്ന സമയത്ത് UDFൻ്റെ പ്രവർത്തകർ റോഡ് തടയുകയും വണ്ടികളൊക്കെ തിരിച്ചുവിടുകയും പിടിച്ചിടുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് അവിടെ പോലീസ് വന്നിട്ട് അവരെ മാറ്റി അടിയും പിടിയൊക്കെ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തിപ്പെട്ടു കേട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വൈത്തിരിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊരു 8 മണി 8:30 9 മണി ആ ഒരു സമയത്താണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. അടിപൊളി കോട എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ ഒരു 8:30 9 മണി സമയത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ അവസ്ഥ നല്ല പോലെ വെയിലുദിച്ചിട്ട് നല്ല ചൂട് കാലാവസ്ഥയാണ് ഈ സമയത്ത് നമ്മളെ നാട്ടിൽ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വയനാട്ടിലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. ഒരു 10-15 ദിവസം മുമ്പ് ബുക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഹർത്താൽ ഇവിടെ എത്തിപ്പെട്ടിട്ടോ. അല്ലെങ്കിൽ ഹർത്താലിൽ വരേണ്ട ഒരു ആവശ്യം നമുക്കില്ല. റിസോർട്ട് ബുക്ക് ചെയ്ത് പൈസ ഒക്കെ അടിച്ചു കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സമയത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. വന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചെക്കിങ് മീൻസ് അവിടെ തടഞ്ഞിടുക, വണ്ടികളൊക്കെ തടഞ്ഞിട്ടിട്ട് കുറച്ച് സമയം തടഞ്ഞിടുക, അവർ വിടുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാ അങ്ങാടികളിലും അവർ വണ്ടി തടഞ്ഞിടുകയും കുറേ സമയം അവിടെ പിടിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം വൈത്തിരി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയ സമയത്തൊക്കെ നല്ല കോടനായിട്ട് എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് മുത്തങ്ങയിലാണ് നമ്മളെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. മുത്തങ്ങ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. മുത്തങ്ങ കല്ലൂരിൽ നിന്നൊരു 6-7 കിലോമീറ്റർ ഉള്ളോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ എങ്ങനെ എത്തും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുള്ളത്. ഞങ്ങൾ 3 വണ്ടിയിലായിട്ട് 3 ഫാമിലിയാണ് പോകുന്നത് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല, റോഡിൽ വണ്ടികളൊന്നും അങ്ങനെ നാട്ടുകാരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. അടുത്ത ചെക്കിംഗ് പോയിന്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ കൽപ്പറ്റയിലുള്ളത്. കൽപ്പറ്റ വണ്ടി തടഞ്ഞിട്ടിട്ടുണ്ട്. ഇത്ര സമയം ഇവിടെ നിൽക്കുന്നൊന്നും അറിയില്ല. അത്യാവശ്യം പോലീസുകാരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു കാട്ടാനൻ്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് കാരണമാണ് ഇവിടെ ഹർത്താൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ വണ്ടിയും തടഞ്ഞിട്ടുണ്ട് പ്രവർത്തകർ. അപ്പോൾ പോലീസുണ്ട്, പത്രക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ KSRTC ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവിടെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ ഒരു 10 മിനിറ്റോളം പിടിച്ചിട്ടതിന് ശേഷം നമ്മളെയും വിട്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോകുന്നതാണ്. പോകുന്ന സമയത്തൊക്കെ കോട ഇങ്ങനെ കൂടി വരിക, കുറയുന്നില്ല, കൂടുക എന്നല്ലാണ്ട് കുറയാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ മീനങ്ങാടി എത്തിയിട്ടുണ്ട്. മീനങ്ങാടി അങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാ അങ്ങാടിയിലും ഇങ്ങനെ നല്ല പോലെ ചെക്ക് ചെയ്യല്ല തടഞ്ഞിട്ടിട്ട് കുറേ സമയം പിടിച്ചിട്ടതിന് ശേഷം കേട്ടോ നമ്മളെ വണ്ടി വിടുന്നത്. നമ്മളിപ്പം കൽപ്പറ്റ കുടുങ്ങി, അതേപോലെ വൈത്തിരി കുടുങ്ങി, ബത്തേരി 2-3 സ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ ആ വലിയ ലൈനാണ് നമ്മൾ കാണുന്നത്. വണ്ടി നിർത്തിയിട്ട് എല്ലാ വണ്ടിക്കാരെയും പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നുള്ള ഹർത്താൽ ഇങ്ങനത്തെ വണ്ടിക്കാരൊക്കെ എന്ത് ചെയ്യാനാണ്? യാത്ര മുൻകൂട്ടി തുടങ്ങിയ ആൾക്കാരും വഴിയിൽ കുടുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അവരൊക്കെ ഭക്ഷണം പോലും കിട്ടാനില്ല. എല്ലാ കടകളും തുറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതുവരെ ചായ പോലും കിട്ടിയിട്ടില്ല. എല്ലാ കടകളും തുറക്കുന്ന കടകളൊക്കെ അവർ അടപ്പിക്കുന്നുണ്ട്. ബത്തേരി വീണ്ടും ആ ഒരു കടലാസ് ബോഗൺവില്ലൻ്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഊട്ടി റോഡ് തിരിയുന്ന സ്ഥലം, ആ ഒരു റോട്ടിലും ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പാസ് ചെയ്തപ്പം ഇവിടെ അടുത്ത ജംഗ്ഷനിൽ ഒരു ചെക്കിങ് ഉണ്ട്. ഇതാണ് അവിടുത്തെ ബോഗൺവില്ലൻ്റെ ഒരു അടിപൊളി ഒരു മരം ഉണ്ട് കേട്ടോ. ആ ഒരു മരത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ് കുറച്ച് പോലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഊട്ടി റോഡ് തിരിയും. അവിടെയും വീണ്ടും നമ്മൾ പെട്ടു. ഒരുപാട് സമയം ഇവിടെയും പിടിച്ച് നിർത്തിയിട്ടോ അവർ. എല്ലാ വണ്ടിക്കാരും ബൈക്ക്, കാറ്, ബസ് എന്ന് വേണ്ട എല്ലാ വണ്ടിക്കാരെയും അവരവിടെ തടഞ്ഞിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം ഓരോ വണ്ടി നോക്കിയിട്ട് 10 മിനിറ്റ് പിടിച്ചിട്ടിട്ടാണ് അവർ വിടുന്നത് കേട്ടോ. ഏതായാലും നല്ലൊരു 8ൻ്റെ പണിയിലേക്കാണ് നമ്മൾ വന്ന് കയറിയിട്ടുള്ളത്. നമ്മൾ രാവിലെ ഒരു എത്ര സമയം എന്ന് വെച്ചാൽ ഒരു 5 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 7 മുത്തങ്ങ എത്തേണ്ട ടീം ഇപ്പോൾ 8-8:30 ഇവിടെ ബത്തേരി പോലും പാസ് ചെയ്തില്ല. 8:30 അല്ല, ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ വെയിലൊക്കെ കുതിച്ച് വന്നിട്ടുണ്ട്. കാലാവസ്ഥ ഒക്കെ മാറി തുടങ്ങുന്നുണ്ട്. നമ്മളെ ചാൻസ് ആയപ്പോൾ നമ്മളെ വീണ്ടും പിടിച്ചിട്ട് ഒരു കൂസലുമില്ല ആൾക്കാർക്ക്. പോലീസ് അവിടെ നോക്കിക്കൊണ്ട് ഒരു വിഷയമില്ല. പോലീസുകാർക്കും വിഷയമല്ല, ഹർത്താല നമ്മളോട് വീണ്ടും സൈഡാക്കാൻ പറഞ്ഞ് ഓരോ വണ്ടിയാണ് വിടുന്നത്. നമ്മളെടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മളെ മുന്നിലെ വണ്ടി പോയപ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും നമ്മൾ അവിടെ സൈഡാക്കാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിൽ ലോറിൻ്റെ സൈഡ് കുടുങ്ങി.
അവരവിടുന്ന് കഥ പറയുന്നുണ്ട്. അതിലെ പോണ വണ്ടികളൊക്കെ പിടിച്ചിടുന്നുണ്ട്, ഇതിലെ പോണവരൊക്കെ നോക്കുന്നുണ്ട്. ഏതായാലും ആ ബത്തേരിത്തെ ആ ചെക്ക് പോയിൻറ്റും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് നിർത്തിയിടണം ഒന്നും അറിയില്ല. നമുക്ക് ഇനിയും പോകാണ്ട് ഒരുപാട് ദൂരം, 10-25 കിലോമീറ്ററോളം ഇനിയും മുന്നോട്ട് പോകാണ്ട് കേട്ടോ. ബത്തേരി ടൗണിലൊക്കെ വലിയ ലൈനാണ് കേട്ടോ. ഒത്തിരി വണ്ടികൾ പിടിച്ചിട്ടിട്ടുണ്ട്. ആ പുൽപ്പള്ളി റോഡ് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഒന്നും തടയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ബത്തേരി ടൗണിൽ ഇപ്പോൾ നമുക്ക് 2 സ്ഥലത്ത് കുടുങ്ങിട്ടോ. ഊട്ടി റോഡിലും മെയിൻ റോഡിലും. അങ്ങനെ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിർത്തി ചായ ഒക്കെ വാങ്ങിച്ച് കുടിച്ചു. അതിന് ശേഷം വീണ്ടും നമ്മൾ പോയിട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്തേക്കാണ്. കാടിൻ്റെ ഒക്കെ ഏകദേശം ഒരു നടുവിലൂടെയായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയിൽ നല്ല വ്യൂ ആണ്. ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഫ്ലവറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ തരം ഫ്ലവറുകളും അതേപോലെ ബോഗൺവില്ലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പോണ വഴിയിലൊക്കെ. നമ്മൾ ഏകദേശം നമ്മൾ റിസോർട്ടിൻ്റെ തൊട്ടടുത്തെത്തി. ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഒരു 700 മീറ്റർ കൂടെ കാണിക്കുന്നുള്ളൂ. ഇടത് ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ട് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. നമ്മളിതുവരെ വന്നിട്ടില്ല. നമ്മൾ തൊട്ട് മുന്നിൽ നമ്മളെ വണ്ടി പോകേണ്ടതാണ്. ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ്. അങ്ങനെ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇടത്ത് ഭാഗത്ത് കാണുന്ന മുഴുവനും ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളെ റിസോർട്ടിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളെ പ്രോപ്പർട്ടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ വെക്കാം. ഇതിപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആനക്കാട് കാണാൻ വേണ്ടിയിട്ട്. ആനക്കാട് കാണാൻ വന്നത് മുതലായി. അത് ഒരുപാട് ആനകളുണ്ട് ഈ ഒരു സമയത്ത്. ഉച്ച സമയത്താണ് നമ്മൾ ആനക്കാട്ടിലെത്തിയത്. അതായത് ജസ്റ്റ് ഒരു റൈഡിന് വേണ്ടി മാത്രം വന്നതാണ്. നമ്മളൊരു ഏകദേശം പകുതി ദൂരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബായ്.